കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസോളം ചർച്ചയായ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമില്ല. ടി.പി. കേസിൽ പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുത് എന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവിനെ മറികടന്നാണ് പ്രതികളെ വിട്ടയക്കാനായി സർക്കാർ നീക്കം നടക്കുന്നുവെന്ന വാർത്ത ഇന്ന് പുറത്തുവന്നത്. പ്രതികളെ പുറത്തു വിടില്ലെന്നും പട്ടിക കൈമാറിയത് സ്വാഭാവിക നടപടിയെന്നുമാണ് ജയിൽ മേധാവി നൽകുന്ന വിശദീകരണമെങ്കിലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിപക്ഷം. വിവാദം പുകയുന്ന നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് വാർത്തകളും ഇന്നത്തെ വാർത്താ ദിനത്തിൽ നിറഞ്ഞു. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുന്നുണ്ട്. മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് സമിതിയുടെ അധ്യക്ഷൻ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മലപ്പുറത്ത് ഇന്ന് റെഡ് അലേർട്ടാണ്. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്ന് സംഭവിച്ച ഇതുൾപ്പെടെയുള്ള വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. ഹൈക്കോടതി വിധി മറികടന്ന് ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന്റെ നീക്കം. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് രേഖകൾ. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം പ്രതികളെ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടിക്രമമാണ് എന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24നോട് പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടത് 59 പേർ. പട്ടികയിലെ 3-ാം പേരുകാരനായി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് 2-ാം പ്രതി ടി.കെ. രജീഷ്, 47, 48-ാം നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് ജൂൺ 13-ന്. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് ടി.പി. കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ടി.പി. കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ 24നോട് പറഞ്ഞു. അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുവേണ്ടി 10 വർഷം പൂർത്തിയായ ആൾക്കാരുടെ പേര് കാണുമ്പോൾ ഇവർക്ക് പേരുണ്ടാവും. പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ, ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ, ഇവർക്ക് വേറെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇവർക്ക് പേര് വരത്തില്ല. സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു. 24 തിരുവനന്തപുരം. എന്തായാലും ടി.പി. വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നാണ് കെ രമ MLA അറിയിച്ചിരിക്കുന്നത്. വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും കെ രമ 24നോട് പറഞ്ഞു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് CPIM നീങ്ങുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വിശദാംശങ്ങളുമായി അലക്സ് റാമുഹമ്മദ് തിരുവനന്തപുരത്തും ചെയ്യുന്നുണ്ട്. അലക്സ്, ടി.പി. കേസ് നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി അടക്കം കൃത്യമായി പറഞ്ഞതാണ് കേസിലെ പ്രതികളെ വിട്ടയക്കരുത് എന്ന്. പക്ഷേ ആ തീരുമാനത്തെ മറികടക്കുന്നതാണോ ഇപ്പോഴത്തെ നീക്കങ്ങൾ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇത് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് ജയിൽ മേധാവി പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്ന വിമർശനം കെ രമയും പ്രതിപക്ഷവും ഉയർത്തുന്നു. എന്താണ്, എങ്ങനെയാണ് ഈ വിഷയം ഈ നിലവിൽ കേരള രാഷ്ട്രീയം ചർച്ചയാക്കുന്നത്? പ്രജൻ, 2012 മെയ് മാസം 4-ാം തീയതിയാണ് RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം നാളെ ഇതുവരെ CPIM-നെ ഏതെങ്കിലും വിഷയം ഇത്ര കണ്ട് CPM പ്രതിരോധം തീർക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അത് ഈ കേസിൽ മാത്രമാണ്. അത്ര കണ്ട് ഈ കേസ് CPM-നെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയ ഒരു കേസാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ വധക്കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട പ്രതികളെ പല ഘട്ടത്തിലും CPIM-ഉം CPM നേതൃത്വം നൽകുന്ന സർക്കാരും സഹായിക്കുന്നുവെന്ന ആരോപണം പല ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. ഈ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. അവർക്ക് വേണ്ട സഹായം നൽകുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. പരോളടക്കമുള്ള സൗകര്യം അവർക്ക് ചെയ്തു നൽകുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. ആ ആരോപണ നിഴലിൽ നിൽക്കുകയാണ് CPM. ആ പശ്ചാത്തലം നിലവിലുണ്ട്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെയാണ് CPM സംസ്ഥാനത്ത് പരാജയപ്പെട്ടത്. അതിന്റെ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും ആവർത്തിച്ച് പറയുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ കടന്നു
പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന ദിവസത്തിനിടയിൽ ഒരു ദിവസം, അതായത് ഈ ജൂൺ മാസം 13-നാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ, പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നതെന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതും പ്രതിപക്ഷം വിമർശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുന്നു. അതായത് ശിക്ഷയിൽ ഇളവ് വേണ്ട പ്രതികളുടെ പട്ടിക തയ്യാറാക്കുന്നു. 59 പേരുടെ പട്ടിക അങ്ങനെ തയ്യാറാക്കുന്നു. അതിൽ 3 പേർ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ്. 2ാം പ്രതി TK രജീഷ് ഈ പട്ടികയിൽ 3ാം പേരുകാരനായി ഉൾപ്പെടുന്നു. 46, 47 നമ്പറുകാരനായി അണ്ണൻ സിജിത്തും അതുപോലെ മുഹമ്മദ് ഷാഫിയും ഉൾപ്പെട്ടു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ആ നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട കത്ത് പുറത്തിറക്കിയത്. ആ കത്താണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കേണ്ടതുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറേണ്ടതുണ്ട് എന്നുള്ളത് ആ കത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സർക്കാർ പറഞ്ഞതിന് പ്രകാരമാണ്, അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഈ പട്ടിക തയ്യാറാക്കിയതെന്നും ആ പട്ടിക സർക്കാരിലേക്ക് എത്തുന്നു. സ്വാഭാവികമായി അവർക്ക് വാദിക്കാം, സർക്കാരിൻ്റെ നേരത്തെ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത്തരത്തിൽ 10 വർഷം തടവ് പൂർത്തിയാക്കിയ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ മറവ് പിടിച്ചാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ വിമർശന വിധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഹൈക്കോടതി വിധിയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു ഹൈക്കോടതി വിധി വരുന്നത്. ഈ കേസിൽ നിന്ന് ഇളവ് നൽകണം, അല്ലെങ്കിൽ കേസിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി ആ ആവശ്യം നിരാകരിച്ചു എന്ന് മാത്രമല്ല, ശിക്ഷ കുറച്ചുകൂടി ബലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇരട്ട ജീവപര്യന്തം, അതായത് 20 വർഷം തടവ് അവർ അനുവദിക്കണം. ആ കാലയളവിൽ അവർക്ക് ഒരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ ഇളവോ ലഭിക്കാൻ അവർ യോഗ്യരല്ല, അർഹരല്ല എന്ന് ഹൈക്കോടതി കൃത്യമായി ഉത്തരവിട്ടതാണ്. ആ ഉത്തരവ് പോലും ലംഘിച്ചാണ് ഈ ഒരു നീക്കം നടത്തിയത്. അതാണ് വിമർശന വിധേയമായതും ഇപ്പോൾ രാഷ്ട്രീയ കേരളം കാര്യമായി ചർച്ച ചെയ്യുന്നതും പ്രതിപക്ഷത്തു നിന്ന് വലിയ ആരോപണങ്ങൾ ഉയരുന്നതും അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ KK രമ MLA അടക്കമുള്ള രംഗത്ത് വരുന്നതും അങ്ങനെയാണ്. അപ്പോഴും ജയിൽ മേധാവി, അതായത് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ പറയുന്നത് അങ്ങനെ ഒരു നീക്കമില്ല. ഈ പ്രതികൾ ജയിലിൽ തന്നെ കഴിയും, അവരെ പുറത്തേക്ക് വിടാൻ ഒരു ആലോചനയുമില്ല. 10 വർഷം കഴിയുന്ന പ്രതികൾക്ക് അവർക്ക് ഇളവിന് വേണ്ടി അപേക്ഷിക്കാം. അങ്ങനെ ഉൾപ്പെട്ട പട്ടികയാണ്. ആ പട്ടികയിൽ അന്വേഷണം നടത്തും. കോടതി വിധി ഉണ്ടെങ്കിൽ അത് കണക്കിലെടുക്കും. അതൊക്കെ മാനിച്ചു മാത്രമായിരിക്കും ആ പട്ടികയിൽ നിന്ന് ആരെങ്കിലും വിടുന്ന കാര്യം ആലോചിക്കുകയുള്ളൂ എന്നാണ് ബൽറാം കുമാർ ഉപാധ്യായ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും CPIM ഇതിന് മറുപടി പറയേണ്ടി വരും. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.